ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരു പുതുവത്തം വീട്ടിൽ എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൈഡറിൻ്റെ വീഡിയോ ആണ്. ഇൻസ്റ്റയിൽ ഈയിടെ നന്നായിട്ടൊന്ന് വൈറലായ ഓൾ കേരള റൈഡേഴ്സ് ഹബിലൊക്കെ ഒന്ന് വൈറലായ ഒരു വീഡിയോൻ്റെ ഉപജ്ഞേതാവും അതോ സർവോപരി ഒരു റൈഡറുമായ ഒരാളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ആ വീഡിയോ ലൈവായിട്ട് നമുക്ക് വേണ്ടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിക്കും, അത് വേറെ കാര്യം, അത് വിട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതൊക്കെയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വ്ലോഗായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ബാക്കിയുള്ള ആർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടുവരുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആർട്ട് വീഡിയോസ് വരും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിങ്ങും വരും. അപ്പോൾ എല്ലാം കണ്ട് സപ്പോർട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ എല്ലാ വീഡിയോക്കകത്തും പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ റൈഡറിൻ്റെയാണ്. ജോയൽ ജോസ് എന്നാണ് മച്ചാൻ്റെ നെയിം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇന്നത്തെ റൈഡിങ് വീഡിയോക്കകത്ത് വന്നിരിക്കുന്നത്. ഇവരെല്ലാം മണിക്കടവ് പ്രദേശവാസികളൊക്കെയാണ്. മണിപ്പാറക്കാർ രണ്ടുപേരും വരുന്നുണ്ട്. പോത്തൻ, മാങ്ങ, കുഞ്ഞാപ്പു. ഇതാണ് നമ്മുടെ റൈഡർ ഹെൽമെറ്റ് പിടിച്ചിരിക്കുന്നത് ജോയൽ ജോസ് കുണുരാൻ. അപ്പോൾ നമ്മുടെ കുട്ടാപ്പി, അതുപോലെ അബി എന്ന് പറയണ, മൂത്താപ്പെന്ന് പറയണ അബി. അപ്പം നമ്മുടെ സണ്ണിച്ച് രണ്ടുപേർക്ക് ആർമിക്കാരും പോത്തനോട് ആർമിക്കാരൊക്കെയാണ്. ആർമിയിൽ സെലക്ഷനൊക്കെ കിട്ടി, ഇനി എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ വിശേഷങ്ങൾ. ഇനി അടുത്ത നമ്മുടെ ഈ വണ്ടിയാണ് വൈറലായ വണ്ടി. നമ്പർ പ്ലേറ്റൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇനി നിങ്ങൾ ആ ഇൻസ്റ്റയിൽ വൈറലായ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. അപ്പത്തേനും ഇവിടെ എല്ലാം സെറ്റാക്കിയേക്കാം. ശ്രീഗംഗാ നഗറിൽ പെട്രോളിന് 100 രൂപ 7 പൈസയായി. രാജസ്ഥാനിലെ 3 നഗരങ്ങളിൽ പ്രീമിയം പെട്രോളിന് 3 ദിവസം മുൻപ് 100 രൂപ കടന്നിരുന്നു. ഇതൊക്കെ എന്ത് 2.5 ഏക്കറിന് ആധാരം വച്ചു ഞാൻ 1.5 ലിറ്റർ പെട്രോൾ വാങ്ങി കാറിന്റെ കൂടെ ഒരു കാളയെ വാങ്ങി കെട്ടിവാലിക്കാനായി പെട്രോൾ. നമ്മുടെ ഇൻസ്റ്റയിൽ വൈറലായ നമ്മുടെ സ്വന്തം റൈഡർ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ജോയൽ ജോസ്, വീട് മണിക്കടവിലാണ്. പിന്നെ വീഡിയോ എടുക്കാനുള്ള കാരണം തമാശക്ക് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ കൂട്ടുകാരന്മാർ ഏരിയ ആയിട്ടിട്ട് ചെയ്തതാണ്. അല്ലാതെ ഇൻസ്റ്റയിൽ വൈറലായത് എണ്ണയുടെ വില വർധനയെ കുറിച്ചുള്ള ഒരിതായിട്ടാണ് വൈറലായത്. ശരിക്കും യാഥാർത്ഥ്യത്തിൽ അതല്ല സംഭവം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ഒരു കൊച്ചു റൈഡറാണ്. അപ്പോൾ റീസെൻ്റ്ലി എവിടെയാണ് ലാസ്റ്റായിട്ട് റൈഡ് പോയത്? ലാസ്റ്റായിട്ട് പോയതെന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ്. വയനാട്, മാനന്തവാടി, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, അവിടെയാണ് ലാസ്റ്റായിട്ട് പോയത്. അപ്പോൾ വേറെ ആൾക്കാരുണ്ടായിരുന്നോ? അതെയോ വേറെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, വിശാഖെന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ട് പോയിട്ട് വന്ന് അടിപൊളി. എത്ര ദിവസത്തെയായിരുന്നു? 6 ദിവസമായിരുന്നു മൊത്തം ടോട്ടൽ. ഒരു വീഡിയോ പോസ്റ്റ് അതെങ്ങനെയായിരുന്നു വൈറലായത്? നിന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് വൈറലായതാണോ അതെയോ വേറെ എങ്ങനെയും ആണോ? അത് ഇൻസ്റ്റയിലെ വേറെ ഗ്രൂപ്പുകാർ ഇട്ട് വൈറലാക്കിയാണ്. അത് ഞാൻ ആദ്യം ഇൻസ്റ്റയിൽ തുറന്നു നോക്കുന്ന ഒരു സമയത്ത് എണ്ണയുടെ വർധനയെ കുറിച്ചുള്ള മൊത്തം വീഡിയോ ആയിരുന്നു. അപ്പം ചുമ്മാ തമാശക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റോറി ഇട്ടു. പിന്നെ അതിൽ നിന്നാണ് കയറിപ്പോയത്. പിന്നെ കൂട്ടുകാരന്മാരെല്ലാം ഇട്ട് തന്നപ്പോൾ ഞാൻ അറിയുന്നത് ഇതിങ്ങനെ ആയി എന്നുള്ള കാര്യം. അല്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരു വീഡിയോ അങ്ങ് ഇട്ടാ പെട്ടെന്ന് വൈറലായി. എന്നാ പറയണ്ടേ, കണ്ണൂരിൽ സ്വാഭാവികം, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. പിന്നെ കുഴപ്പമില്ല. ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടിയില്ലേ? തീർച്ചയായും ചെയ്യും. അപ്പം ആ വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ആ ഇൻസ്റ്റയിൽ നേരത്തെ ആ കണ്ട ഇൻട്രോ കഴിഞ്ഞിട്ട് കണ്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ലൈവായിട്ടൊന്ന് കാണാം. ഇനി ആ വീഡിയോയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അന്നത്തെ ആ ഇൻസ്റ്റ വൈറലായ വീഡിയോ തന്നെ ഒന്ന് ലൈവായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അന്ന് ആ വീഡിയോക്കകത്ത് സഹായിച്ചവരും അവരുടെ ഫ്രണ്ട്സൊക്കെയാണ് ഇന്ന് പുറകിൽ 2-3 പേരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ലൈവായിട്ട് എടുക്കാൻ പോവാണ് നമ്മുടെ റൈഡർ അവൻ്റെ ബൈക്കുമായിട്ട്. അന്ന് നോക്കി അതേ ബൈക്ക് തന്നെയാണ്, ചെറിയ മോഡിഫിക്കേഷൻ വരച്ച് കാണില്ലേ, ചെറുതായിട്ട്, അത് സ്വാഭാവികം. അപ്പോൾ നേരെ ലൈവ് വീഡിയോയിലോട്ട് തന്നെ പോവാം. മൂത്താപ്പം വന്ന് നേരെ മുന്നോട്ടാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുകയാണോ? ഫ്രണ്ടിൽ തന്നെ മാറ്.
മതി മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ഗുഡ് ബൈ.